ദേശീയപാതയിലെ സർവീസ് റോഡുകളുടെ വശങ്ങളിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ഇത് അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. ദേശീയപാത 66-ൽ ചവറ ശങ്കരമംഗലം കുടുംബക്കോടതിക്ക് മുന്നിലാണ് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. പോലീസ് സ്റ്റേഷൻ അടുത്തുണ്ടെങ്കിലും ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനും അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും പോലീസും ശ്രദ്ധിക്കുന്നില്ലെന്ന് നാട്ടുകാരും യാത്രക്കാരും പറയുന്നു. വാഹനങ്ങളിൽ കൊല്ലത്തേക്കും കരുനാഗപ്പള്ളിയിലേക്കും പോകുന്നവരും കോടതിയിൽ എത്തുന്നവരുടെ വാഹനങ്ങളുമാണ് ചവറ ശങ്കരമംഗലം കുടുംബ കോടതിക്ക് സമീപം അനധികൃതമായി റോഡരികിൽ പാർക്ക് ചെയ്യുന്നത്. ഇതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും ഇവിടെ വർദ്ധിച്ച ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. സർവീസ് റോഡിനോട് ചേർന്ന് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതിനാൽ പലപ്പോഴും ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും അപകടത്തിൽപ്പെടാറുണ്ട്. ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. വാഹനങ്ങളുടെ അശ്രദ്ധമായ പാർക്കിംഗ് ചൊവ്വാഴ്ച രാവിലെ അപകടത്തിനും കാരണമായി. കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ലോറി വലതുഭാഗത്തെ കുഴിയിലേക്ക് താഴുകയായിരുന്നു. വാഹനത്തിന് കടന്നുപോകാൻ ആവശ്യമായ സ്ഥലമില്ലാതിരുന്നതാണ് അപകട കാരണമായത്. ചവറ പോലീസ് സ്റ്റേഷൻ സമീപത്തുണ്ടെങ്കിലും കോടതിക്ക് മുന്നിൽ സർവീസ് റോഡിന്റെ വശത്തായുള്ള പാർക്കിംഗ് നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി തവണ ഇത് സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് പരാതികൾ പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല. അനധികൃത പാർക്കിങ്ങും ഒപ്പമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കും ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.